നമസ്കാരം, ഞാൻ സിഞ്ചന വിനോദ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭരതനാട്യം എന്ന നൃത്തരൂപം നമുക്ക് എല്ലാവർക്കും കാണാനും ആസ്വദിക്കാനൊക്കെ ഇഷ്ടമുള്ള ഒരു കലാരൂപമാണ്. എന്നാൽ എന്താണ് ഭരതനാട്യം? ഭരതനാട്യത്തിന്റെ ചരിത്രത്തെ പറ്റിയൊക്കെ അറിയുന്നത് നമ്മൾ ചുരുക്കം ചിലർക്ക് മാത്രമായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമാണ് ഭരതനാട്യം. പുരാതന കലകളിൽ സമ്പന്നമായ നൃത്തശൈലികളിൽ ഒന്നായ ഭരതനാട്യം ദ്രാവിഡ സംസ്കാരത്തിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ പുരാതന ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഉദ്ഭവിച്ചത്. ഭരതമുനി രചിച്ച നാട്യശാസ്ത്രത്തെ അടിസ്ഥാനമാക്കി സ്വീകരിച്ചത് കൊണ്ടാകാം ഭരതനാട്യം എന്ന പേര് വന്നതെന്നും ഭാരതീയ നൃത്യങ്ങളിൽ മുഖ്യ സ്ഥാനത്തുള്ളത് കൊണ്ടും ഭാവരാഗ താളങ്ങളുടെ ആദ്യ അക്ഷരങ്ങളോട് നാട്യം എന്ന പദം കൂടിച്ചേർത്ത് ഭരതനാട്യം എന്ന പേര് വന്നുവെന്നും പറയപ്പെടുന്നു. നാട്യശാസ്ത്രത്തില് നാട്യത്തിന്റെ സൃഷ്ടിയെ പറ്റി ഇങ്ങനെയാണ് പറയുന്നത്. പണ്ടത്തെ കാലത്ത് സാധാരണക്കാർക്ക് അതികഠിനമായിട്ടുള്ള വേദസൂക്തങ്ങളും മന്ത്രങ്ങളൊക്കെ മനസ്സിലാക്കുവാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് മനസ്സിലാക്കുവാൻ ഒരു മാർഗം ഉണ്ടാക്കണമെന്ന് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന് തോന്നി. ഋഗ്വേദത്തിൽ നിന്ന് പാഠവും യജുർവേദത്തിൽ നിന്ന് അഭിനയവും സാമവേദത്തിൽ നിന്ന് സംഗീതവും അഥർവവേദത്തിൽ നിന്ന് രസവും സ്വീകരിച്ച് നാട്യം സൃഷ്ടിച്ചു. ഇതിനെ നാട്യവേദം എന്ന അഞ്ചാമത്തെ വേദമായി പരിഗണിച്ചു. എല്ലാ ജനങ്ങൾക്ക് കാണുവാനും ആസ്വദിക്കുവാനും വേണ്ടിയിട്ട് ബ്രഹ്മാവ് തന്റെ പുതിയ സൃഷ്ടി ഭരതന് ഉപദേശിച്ചു കൊടുത്തു. ഭരതനും തന്റെ 100 പുത്രന്മാരും ചേർന്ന് പാലാഴി മഥനം എന്ന കഥ ആദ്യമായി ചിട്ടപ്പെടുത്തി. സന്തുഷ്ടരായ ദേവന്മാരും ബ്രഹ്മാവും ഭരതനോട് ഇത് ശിവസന്നിധിയിൽ അവതരിപ്പിക്കുവാനായി ആവശ്യപ്പെട്ടു. സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ സ്ത്രീകളുടെ കുറവ് നികത്താൻ ഭരതൻ ബ്രഹ്മാവിനോട് അപേക്ഷിച്ച പ്രകാരം 24 അപ്സരസുകളെ സൃഷ്ടിച്ച് ഭരതനെ ഏൽപ്പിച്ചു. അങ്ങനെ ഭരതപുത്രന്മാരും അപ്സരസും ചേർന്ന് ശിവസന്നിധിയിൽ നാട്യം അവതരിപ്പിച്ചു. സന്തുഷ്ടനായ ശിവൻ താൻ സൃഷ്ടിച്ച ചടുലമായ നൃത്തത്തെ നാട്യത്തിൽ ചേർക്കാൻ ഉപദേശിക്കുകയും തൻ്റെ നൃത്തത്തിലെ, അതായത് ശിവന്റെ നൃത്തത്തിലെ അംഗഹാരങ്ങൾ, കരണങ്ങൾ, രേചകങ്ങൾ, പാദക്രിയകൾ തുടങ്ങിയവ മനസ്സിലാക്കിയിരുന്ന തണ്ടുമുനിയോട് ഇവ ഭരതന് പഠിപ്പിച്ചു കൊടുക്കുവാനായി ആവശ്യപ്പെട്ടു. തണ്ടു പഠിപ്പിച്ചതിനാലാണ് താണ്ഡവം എന്ന പേര് വന്നത്. പാർവതി ദേവി താൻ രൂപം കൊടുത്ത ലാസ്യ നൃത്തം അപ്സരസുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. താണ്ഡവവും ലാസ്യവും കൂടിച്ചേർത്ത നൃത്തം അങ്ങനെ നാട്യത്തിൽ ചേർത്ത് വിപുലീകരിക്കുകയും കൂടുതൽ ആസ്വാദ്യമാകുകയും ചെയ്തു. പ്രധാനമായും 8 ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് ഇന്ത്യയിലുണ്ട്. അതിലൊന്നാണ് ഭരതനാട്യം. ഭരതനാട്യത്തെ മറ്റു പല ക്ലാസിക്കൽ ഡാൻസ് ഫോംസിന്റെയും മാതാവ്, അല്ലെങ്കിൽ ദ മദർ ഓഫ് മെനി അതർ ക്ലാസിക്കൽ ഡാൻസസ് എന്ന് പറയുന്നുണ്ട്. ഭരതനാട്യം മറ്റു പല കലകൾക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. ഫോർ എക്സാമ്പിൾ പെയിന്റിങ്സ്, സ്കൾപ്ചേഴ്സ്, പ്രത്യേകിച്ച് 6th to 9th സെഞ്ചുറീസിൽ പണിത ടെമ്പിൾ സ്കൾപ്ചേഴ്സ്. അതിനൊരു ഉദാഹരണമാണ് കാഞ്ചീപുരത്തുള്ള ലോർഡ് ശിവ ടെമ്പിൾ. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, പഴയ കാലത്ത് പണിത പല ക്ഷേത്രങ്ങളിലും ഭരതനാട്യം പോസിൽ നിൽക്കുന്ന സ്ത്രീകളുടെയും ദേവീ ദേവന്മാരുടെയൊക്കെ രൂപം കൊത്തിവെച്ചിരിക്കുന്നത്. ചിദംബരത്തെ തില്ലൈ നടരാജ ക്ഷേത്രത്തിൽ 108 കരണങ്ങളെ കാണിക്കുന്ന, അല്ലെങ്കിൽ 108 കരണങ്ങളെ വിവരിക്കുന്ന കൊത്തുപണികൾ വളരെയേറെ പ്രസിദ്ധമാണ്. പിൽക്കാലത്ത് ക്ഷേത്രങ്ങളിലായിരുന്നു ഭരതനാട്യം ചെയ്തു വന്നിരുന്നത്. ക്ഷേത്രങ്ങളിൽ നൃത്തം ചെയ്യുന്ന ക്ഷേത്ര നർത്തകികളെ അന്ന് ദേവദാസികൾ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ദേവദാസി എന്ന് വെച്ചാൽ ദേവനെ സേവിക്കുന്നവൾ എന്നാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ ദാസിയാട്ടം, സതിറാട്ടം എന്നൊക്കെയായിരുന്നു ഭരതനാട്യത്തിന്റെ പിൽക്കാല പേരുകൾ. ദേവദാസി സമ്പ്രദായ പ്രകാരം വളരെ ചെറുപ്പത്തിൽ തന്നെ പെൺകുട്ടികളെ ക്ഷേത്രങ്ങൾക്ക് സമർപ്പിക്കുകയും പലപ്പോഴും ദേവതയെ വിവാഹം ചെയ്യുകയും ചെയ്തിരുന്നു. അവരുടെ നൃത്തത്തെ ആചാരപരമായ ആരാധനയുടെ ഒരു പ്രധാന ഘടകമായി കണക്കാക്കിയിരുന്നു. ആ കാലത്തൊക്കെ ഈ ദേവദാസികൾക്ക് സമൂഹത്തിൽ വളരെ ബഹുമാനവും സ്ഥാനവും ഒക്കെ കൊടുത്തിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ വരവോടെ ഇതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ഇന്ത്യൻ നൃത്ത സങ്കല്പങ്ങളെ വളരെ അവജ്ഞയോടെ കാണുകയും വെസ്റ്റേൺ ആർട്സിനേക്കാൾ താഴ്ന്നതാണെന്ന് ബ്രിട്ടീഷുകാർ വിശ്വസിക്കുകയും ചെയ്തു.
താമസിയാതെ ദേവദാസികൾ സമൂഹത്തിൽ താഴേക്ക് തള്ളപ്പെടുകയും അവരെ വെറും ദാസികൾ അല്ലെങ്കിൽ അടിമകളായിട്ടും വേശികളായിട്ടും കാണുവാൻ തുടങ്ങി. ഇതോടെ ദേവദാസി സമ്പ്രദായം കുറഞ്ഞു വരികയും ഇതിന്റെ ഫലമായിട്ട് അതിജീവനത്തിന് വേണ്ടിയിട്ട് ദേവദാസികൾ വേശ്യാവൃത്തി ചെയ്യാൻ വേണ്ടി തുടങ്ങി എന്നാണ് പറയപ്പെടുന്നത്. 1892 ക്രിസ്ത്യൻ മിഷണറീസും ബ്രിട്ടീഷ് കൊളോണിയൽസും ക്ലാസിക്കൽ ഡാൻസ് ബാൻ ചെയ്തുകൊണ്ട് ആന്റി ഡാൻസ് മൂവ്മെന്റ് പ്രഖ്യാപിച്ചു. ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നതും ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്നതുമെല്ലാം അന്ന് കുറ്റകരമായിരുന്നു. ഇതോടെ ഭരതനാട്യം എന്ന കലയ്ക്ക് മങ്ങലേൽക്കപ്പെട്ടു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്കും ഈ കൃഷ്ണ അയ്യറും രുക്മിണി ദേവി അരുണ്ടയിലും ചേർന്ന് ഭരതനാട്യം എന്ന കലയെ തിരിച്ചു പിടിക്കുവാനായി പോരാടി. പിന്നീട് രുക്മിണി ദേവി അരുണ്ടയിലും ബാലസരസ്വതിയും ചേർന്ന് ഈ ക്ഷേത്രകലയെ ക്ഷേത്രങ്ങളുടെ പുറത്തേക്ക് കൊണ്ടുവന്നു. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഭരതനാട്യം ഉടലെടുത്തത്. ഇന്ന് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഭരതനാട്യം എന്ന കല അഭ്യസിക്കുകയും അവതരിപ്പിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ഭരതനാട്യം എന്ന ഡാൻസ് ഫോമിന്റെ ഹിസ്റ്ററി. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടേതായ എന്തെങ്കിലും ഇൻഫർമേഷൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കൂടാതെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്